100ഓളം വർഷങ്ങൾ പഴക്കമുള്ള ജുമുഅത്ത് പള്ളിയിലെയും കക്കോവിലെയും സൌഹൃദാന്തരീക്ഷം തകരാനുണ്ടായ കാരണം കക്കോവിലെ ഹൈന്ദവ സുഹൃത്തുക്കളോട് അന്വേഷിച്ചപ്പോൾ അവർ KMIC ന്യൂസിന് നൽകിയ പ്രതികരണം ഇങ്ങനെ. പേരെന്താണ്? പേര് പരമേശ്വരൻ. പരമേശ്വരൻ. കക്കോ എന്ന് പറയുന്ന പ്രദേശത്ത് ജുമുഅത്ത് പള്ളി എല്ലാവർക്കും അറിയാവുന്ന 100ഓളം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ജുമുഅത്ത് പള്ളിയാണ്. ഈ പള്ളിയിൽ ഈ അടുത്ത 2 ആഴ്ചയായി പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം? ആരാണ് ഇതിന്റെ പിന്നിൽ? അതായത് ഇരു വിഭാഗങ്ങളും സംയുക്തമായിട്ട്, അതായത് ഇവിടെ EKAP എന്നുള്ളൊരു വിഭാഗങ്ങൾ, അതായത് മുൻപേ സൗഹാർദ്ദപരമായിട്ട് നിലനിന്ന് പ്രാർത്ഥിച്ചു വരുന്ന ഒരു പള്ളിയാണത്. ഇടക്കാലത്താണ് ഒരു വിഭാഗം മാത്രം അത് കയ്യേറിയാതെ, ഈ അടുത്ത കാലത്ത് ഇപ്പോൾ അടുത്ത സമയത്താണ് ഒരു വിഭാഗം മാത്രം കയ്യേറി നിൽക്കുന്നത്. അതിൽ EK വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് അത് കയ്യേറി ഉണ്ടായത്. അപ്പം മറ്റുള്ള ആൾക്കാർക്ക് കൂടി ഇത് വെച്ചാൽ അത് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഇവിടെ പുറത്തുള്ള ജനങ്ങൾക്ക് അടക്കം ഇതര മത വിഭാഗത്തിൽപ്പെട്ട ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് പോലും ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. സൗഹാർദ്ദാന്തരീക്ഷം നഷ്ടപ്പെട്ടിട്ടുണ്ട്. സത്യം അതാണ്, അന്തരീക്ഷം നഷ്ടപ്പെട്ടു. കാരണം ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ നടക്കുന്ന ആ ടൈമിൽ പോലും ഇവിടെയുള്ള ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് അടി കിട്ടിയ പോലീസുകാരുടെ അടി വെറുതെ വാങ്ങിക്കുന്ന ഒരു സ്ഥിതിച്ചിട്ടുണ്ടായി. അത് ഉണ്ടാകേണ്ട ഒരു ആവശ്യമില്ല. പള്ളി കിടക്കുന്ന അവിടെയാണ് സമാധാനപരമായിട്ട് നിൽക്കുന്നതാണ്. ഞങ്ങളെപ്പോഴും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നത്. അപ്പം നല്ലൊരു വീട്ടിൽ പോകുന്ന സ്ഥലമല്ല. ആരുടെ ഭാഗത്താണ് പ്രശ്നങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ആരുടെ ഭാഗത്തെന്ന് വെച്ചാൽ EK വിഭാഗത്തിന്റെ ഒരു ഭാഗത്തു നിന്നാണ് ഒരു പ്രകോപനപരമായ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത്. അതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് പെട്ടെന്നാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാര്യങ്ങൾ കാരണം അത് ഒരു രണ്ടാളും ഒരുമിച്ച് നിൽക്കുന്ന വഴിയിൽ നിൽക്കുന്ന ഒരു പോലെ നിൽക്കുന്ന സമയത്ത് ഒരു പ്രത്യേക വിഭാഗം ഏറ്റെടുക്കുന്ന ഒരു വീട്ടിലേക്ക് നീങ്ങാറുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവർ തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, നന്ദി. എന്താണ് പേര്? പ്രവീൺ കുമാർ. എന്താണ് അഭിപ്രായം? കക്കോ ജുമുഅത്ത് പള്ളിയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നു. കക്കോ പ്രദേശത്താകെ ഒരു സംഘർഷാവസ്ഥയിലേക്കാണ്. എന്താണ് അഭിപ്രായം? അഭിപ്രായം പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഉടലെടുത്തതിന് ശേഷം ഇപ്പോൾ നാട്ടിൽ തീരെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പോലീസ് സ്ഥിരമായിട്ട് നാട്ടിലുണ്ട്. ഒരു വളരെ സൗഹാർദ്ദപരമായിട്ട് ഇതുവരെ നീങ്ങിയ പള്ളിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മളൊക്കെ നമ്മളെ അച്ഛന്മാരും നമ്മളെ പൂർവികന്മാരൊക്കെ ഉള്ള സമയത്ത് വളരെ സമാധാനപരമായിട്ട് നിലനിന്ന് പോന്നിരുന്ന അന്യവിഭാഗം നടത്തുക അങ്ങനത്തെ രീതിയിലല്ലാണ്ട് എല്ലാ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തിയിരുന്നൊരു പള്ളിയാണ്. ഇത് പെട്ടെന്ന് 2006 മുതലൊക്കെ 2005 അവസാനം 2006 മുതലൊക്കെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്, ഇതിൻ്റെ പ്രശ്നങ്ങളുടെ തുടക്കം. അതുവരെ വളരെ സൗഹാർദ്ദപരമായിട്ട് പോയിരുന്നൊരു പള്ളിയാണ്. ഇപ്പോൾ പെട്ടെന്നൊരു സംഘടനയുടെ തീരുമാനപ്രകാരം പിടിച്ചെടുക്കൽ പല സ്ഥലങ്ങളും നടക്കുന്നതാണ്. ഈ പഞ്ചായത്തിൻ്റെ പല മൂലകളിലും സംഭവം നടക്കുന്നുണ്ട്. ഇപ്പോൾ മൂളപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ തന്നെ നടക്കുന്നുണ്ട്. പള്ളി പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ കക്കോവിൽ, ഇങ്ങനെ പല സ്ഥലങ്ങളായിട്ട് ഞങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന EK വിഭാഗം എന്ന് പറഞ്ഞൊരു വിഭാഗമാണ് ഇതിന് പിറകിലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പൊതുജനം മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായതിന് ശേഷം തന്നെ പലതവണ ഇരുകൂട്ടരെയും വിളിച്ച് സംസാരിച്ച് നല്ല രീതിയിൽ പോകണമെന്നുള്ള ചർച്ച വന്ന സമയത്ത് പോലും AP വിഭാഗം എന്ന് പറയുന്ന കാന്തവിഭാഗം ഒരു പരിധിവരെ അതിനോട് സഹകരിച്ചുകൊണ്ടിരുന്നതാണ്. പഴയ രീതിയിൽ 2004 ഉടമ്പടി പ്രകാരം തന്നെ പള്ളി നടന്നു പോകട്ടെ എന്നുള്ള തീരുമാനത്തിൽ പോയ ആളുകളാണ് AP വിഭാഗം. പക്ഷെ അതിന് ഒരു നിലയ്ക്ക് കൂട്ടു നിൽക്കാത്തൊരവസ്ഥയാണ് EK വിഭാഗത്തിൽ നിന്നുണ്ടായത്. ഒരു തരത്തിലും ഈ അഗ്രിമെന്റിനോട് യോജിച്ച് പോകാൻ കഴിയില്ല. അവർക്ക് സ്വന്തമായിട്ട് തന്നെ നടക്കണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നതാണ് ഇപ്പോൾ നാട്ടിലിവിടെ ഉണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പ്രദേശം പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഇന്നലെ രാത്രി പോലും ഇവിടെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. രാത്രി പോലും പോലീസ് അതിന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ ജുമാ മുടങ്ങുന്ന രീതിയിൽ കാര്യങ്ങളെത്തി. നാട്ടിലുള്ള വേറെ മതസ്ഥർക്ക് ഒരു പോലീസിന് കയ്യിൽ നിന്ന് അടിയിട്ടുള്ള അവസ്ഥ ഉണ്ടായി. എല്ലാ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കുറേ ദിവസമായിട്ട് ഒരു സംഘർഷം നിലനിൽക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ, നന്ദി. എന്താണ് പേര്? ഷബീർ. എന്താണ് കക്കോവിൽ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇപ്പം പറയുകയാണെങ്കിൽ ഇവിടെ തമ്മിൽ AP ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകണം. രണ്ടു കൂട്ടരും സംയുക്തമായിട്ട് കൊണ്ടുപോകുന്ന ഒരു പള്ളിയാണിത്. ഇത് പെട്ടെന്ന് ഇപ്പൊ നമ്മൾ അറിഞ്ഞ ഇത് എന്ന് പറഞ്ഞാല് EK വിഭാഗം ഓരോ പേരിലേക്ക് കുറച്ച് വർഷത്തെ രജിസ്ട്രേഷൻ ഓരോ പേരിലേക്കാണ്ട് ചെയ്തതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണമെന്ന് നമ്മൾ അറിഞ്ഞത്. അതിന് ശേഷം ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും അങ്ങാടിയിൽ പറഞ്ഞ പോലീസുകാർ വരും. എല്ലാ വെള്ളിയാഴ്ചയും ജുമാ നടക്കണം എന്നുണ്ടെങ്കിൽ പോലീസുകാരെ കാവല് വേണം. സമാധാനാന്തരീക്ഷം ഇല്ല. പിന്നെ ജുമാ നടക്കണം, പോലീസുകാർ വരണം. വന്നില്ലെങ്കിൽ അവിടെ അടിപിടി അങ്ങാടിയിലേക്ക് വരെ എത്തുന്നുണ്ട്. സാധാരണക്കാരെ ഇതിലില്ലാത്തവരും എല്ലാവരും ഇതിൽ പെടുന്നുണ്ട്. എല്ലാം അതിനൊക്കെ കാരണക്കാരായി കാണുന്നത് EK-കാരായി. കക്കോവിലെ പരമേശ്വരനും പ്രവീൺ കുമാറിനും സബീഷിനും പൊതുജനങ്ങൾക്കും മറ്റ് ഇതര മതസ്ഥർക്കും പറയാനുള്ളത്
പ്രശ്നങ്ങളുണ്ടാക്കി ജുമുഅ മുടക്കി പള്ളി പൂട്ടിച്ച കക്കോവിലെ സമാധാനാന്തരീക്ഷം തകർത്ത ചേളാരി വിഭാഗത്തെക്കുറിച്ച് തന്നെയാണ്.